ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരത്തെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മീയ ആത്മീയതയുടെ 208ാമത്തെ സെഷനാണല്ലോ ഇത്. 6ാം സദനത്തെക്കുറിച്ചുള്ള 48ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ ഹല്ലേലൂയ. 6ാം സദനത്തെക്കുറിച്ചുള്ള 9ാമത്തെ അധ്യായത്തിന്റെ 10ാമത്തെ ഖണ്ഡികയിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. ഭാവനാ ദർശനത്തെക്കുറിച്ചാണല്ലോ ഈ അധ്യായത്തെ മദ്രസ പറയുന്നത്. സാധാരണ നമുക്ക് ഉണ്ടാകാറുള്ള ദർശനങ്ങളും ഇവിടെ മദ്രസ പറയുന്ന ഭാവന ദർശനത്തിന്റെ അന്തരം എന്താണെന്ന് മദ്രസ വ്യക്തമാക്കുകയായിരുന്നു. സാധാരണ ദർശനം പലപ്പോഴും ഒരു ദൈവിക ദർശനം പോലും ആയിരിക്കണമെന്നില്ല. നമ്മുടെ ഭാവനയുടെ സങ്കല്പത്തിന്റെയും ബുദ്ധിയുടെ മന്ദിപ്പിന്റെയും ഒക്കെ ഫലമായിട്ട് ഇങ്ങനെ ദർശനങ്ങൾ തോന്നാം. അത് ഒരു നല്ല ഒരു ഭക്തചിത്രം കണ്ട് മറന്നു പോകുന്ന പോലെ, ഒരു സ്വപ്നം കണ്ട് മറന്നു പോകുന്ന പോലത്തെ ഒരു അനുഭവം അത് അവശേഷിപ്പിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനെ അല്ല. മദ്രസ വിശദീകരിക്കണം 10ാമത്തെ ഖണ്ഡിക. എന്നാൽ ഇവിടെ നാം പ്രതിപാദിക്കുന്ന ദർശനം അങ്ങനെയുള്ളതല്ല. ദർശനം ഉണ്ടാകാൻ പോകുന്നത് സംബന്ധിച്ച് ആത്മാവിന് മുന്നറിയിപ്പൊന്നുമില്ല. അങ്ങനെ ഒരു വിചാരം മനസ്സിലൂടെ കടന്നു പോകുന്നുമില്ല. പെട്ടെന്ന് സമഗ്രമായ ദർശനം അവൾക്കുണ്ടാകുന്നു. ഒരു സൂചനയില്ല, ഒരു സാധ്യതയില്ല, ഒരു വിചാരം പോലും ഇല്ലാത്ത ഒരു അന്തരീക്ഷം, ഒരു മഴക്കാറും ഇല്ലാത്തടത്ത് മൂടലും ഇല്ലാത്തത് പെട്ടെന്ന് ഇടിവെട്ടി വല്ലാണ്ട് അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു അനുഭവം. പെട്ടെന്ന് സമഗ്രമായ ദർശനം അവൾക്കുണ്ടാകുന്നു. അതോടൊപ്പം ആത്മീയ ശക്തികളിലും ബാഹ്യേന്ദ്രിയങ്ങളിലും അജയ്യമായ ഭീതിയും സംഭ്രമവും നിറയുകയും ക്രമേണ തൽസ്ഥാനത്ത് മുൻ വിവരിച്ച സുഭഗമായ പ്രശാന്തത സംസ്ഥാപിതമാവുകയും ചെയ്യുന്നു. പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു സാധ്യതയും ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് പ്രാർത്ഥനയുടെ അന്തരീക്ഷമോ പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയോ പള്ളിയിലായിരിക്കുന്നോ ഒന്നും അല്ലാത്തൊരു സാഹചര്യത്തിലായിരിക്കും ഈ ദർശനം ഉണ്ടാവുക. അത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന അനുഭവം സംഭ്രമം, വല്ലാത്ത ഭീതി, അത് ആന്തരേന്ദ്രിയങ്ങളിലും ആന്തരിക ശക്തികളിലും ആത്മീയ ശക്തികളിലും ബാഹ്യേന്ദ്രിയങ്ങളിലും എല്ലാം വല്ലാണ്ട് ഞടുക്കി കളയുന്ന ഒരു അനുഭവമായിരിക്കും അത് എന്ന് പറയുക. എന്നാൽ ക്രമേണ തലസ്ഥാനത്ത് നേരെ സൂചിപ്പിച്ചതായ വലിയ പ്രശാന്തത കടന്നു വരും. വിശുദ്ധ പൗലോസ് നിലത്തെറിയപ്പെട്ടപ്പോൾ, നടപടി പുസ്തകം 9ാം അധ്യായം 3-4 വാക്യങ്ങള്, ആകാശത്തിൽ ക്ഷോഭവും പെരുങ്കാറ്റും ഉണ്ടായതുപോലെ ഇവിടെയും ആത്മാവിന്റെ അന്തരാളത്തിൽ ഒരു വലിയ കോളിളക്കം സംഭവിക്കുകയും ഒരു നിമിഷത്തിനുള്ളിൽ ഞാൻ പറഞ്ഞതുപോലെ അന്തരീക്ഷം മുഴുവൻ ശാന്തമാവുകയും ചെയ്യും. പൗലോസ് ഡമാസ്കസിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് വലിയൊരു കൊടുങ്കാറ്റ് പോലെ, ഒരു ഇടിമുഴക്കം പോലെ, മിന്നലോടെ വന്ന് പതിച്ചു. അദ്ദേഹം മറിഞ്ഞു വീണു. ഒരു വലിയ സംഭ്രമത്തിന്റെയും പരിഭ്രാന്തിയുടെയും അവസരമാണ്, അനുഭവമാണ് ആദ്യം. പിന്നീടാണ് ഈശോയുടെ സംസാരം വരുന്ന ശാന്തതയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു സംഭ്രമമാണ്, പക്ഷെ പിന്നീട് അന്തരീക്ഷം മുഴുവൻ ശാന്തമാവുകയും ചെയ്യുന്നു. അത്ര ഉന്നതമായ സത്യങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞ ആത്മാവിന് മറ്റൊരു ഗുരുവിന്റെയും ആവശ്യമില്ല. സാക്ഷാത് ജ്ഞാനം അവരുടെ ബുദ്ധിമാന്ദ്യത്തെ അകറ്റിക്കഴിഞ്ഞിരിക്കുന്നു. പൗലോസ് സംഭവിച്ചു അത് തന്നെയാണ്. സാവൂള് ഒരു വക അജ്ഞതയിൽ ഇങ്ങനെ പോകുമ്പം കർത്താവിന്റെ ദർശനമുണ്ടായി, നീ പിടിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. ആ ഒരു ബോധ്യം ഉണ്ടായി. പിന്നെ അനന്യാസം ഒന്ന് പ്രാർത്ഥിക്കുന്നു. 3 ദിവസം കഴിയുമ്പോൾ കണ്ണിന്റെ മോഡൽ മാറുന്നു. അങ്ങനെ കിട്ടുന്ന ഈ ഒരു അനുഭവത്തിൽ കൂടെ പൗലോസിന് കിട്ടും, സാവൂളിന് കിട്ടുന്ന ബോധ്യം അദ്ദേഹത്തെ പൗലോസാക്കി മാറ്റി. പിന്നെ അദ്ദേഹം ഈ ഈശോ ജീവിച്ചിരിക്കുന്നുവെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച് ഇറങ്ങി തിരിക്കുകയാണ്. യഹൂദരോടും ജെറുസലേമിനും എല്ലാം അത് ശക്തമായിട്ട് പറയുന്നു. അതിനുവേണ്ടി കല്ലെറിയപ്പെടാനോ ചമ്മട്ടിടിയാക്കാനോ ഏത് കഷ്ടപ്പെട്ട സഹിക്കാനോ ഒന്നും ഒരു മടിയില്ല. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അതിന് ഒരു ശങ്കയില്ല. ഈശോ ജീവിച്ചിരിക്കുന്നു, നല്ല ഉറപ്പാണ്, കൃത്യമായ ജ്ഞാനം കിട്ടുകയാണ്. അതായത് പിന്നീട് സഭകൾക്കെല്ലാം എഴുതുമ്പോൾ വിശദമായിട്ട് പഠിപ്പിക്കുന്ന ഈശോയെ കുറിച്ച്. അത്ര വലിയൊരു അനുഭവം പൗലോസിന് അപ്രതീക്ഷിതമായിട്ട്, ഒരു ചിന്തയില്ല. ഡമാസ്കസിലേക്ക് കതിരപ്പുറത്ത് പോകുമ്പോൾ ചിന്ത മുഴുവനും ക്രിസ്ത്യാനികളെ നശിപ്പിക്കണമെന്ന് മാത്രമാണ്. അപ്പം ക്രിസ്തു ഈശോ മരിച്ച് അടക്കപ്പെട്ട് അവൻ അങ്ങനെ ജീവിച്ചിരിപ്പേയില്ല, അവർ തിരുന്നേറ്റിട്ടില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലാണ് സാവൂളും. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ജീവിച്ചിരിക്കുന്ന ക്രിസ്തു പ്രതിഷ്ഠപ്പെടുകയും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തത്. അപ്പൊ ഇനി ഒരിക്കലും ആർക്കും തുടച്ചു മാറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇളക്കാൻ പറ്റാത്ത ബോധ്യത്തിലേക്കാണ് അതുവഴി സാവൂള് കടന്നു വരുന്നത്. മദ്രസ പറയുന്നത് അത്ര ഉന്നതമായ സത്യങ്ങളെ ഗ്രഹിച്ചു കഴിഞ്ഞ ആത്മാവിന്
മറ്റൊരു ഗുരുവിന്റെ ആവശ്യമില്ല. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ വേറെ ആരുടെ അടുത്ത് പോയില്ല, എനിക്ക് വെളിപാട് വഴി കാര്യങ്ങളെല്ലാം കിട്ടിയത്. സാക്ഷാൽ ജ്ഞാനം അവരുടെ ബുദ്ധിമാന്യത്തെ അകറ്റി കഴിഞ്ഞിരിക്കുന്നു ആത്മാവിന്റെ. അതിന് സ്വപക്ഷത്തു നിന്ന് യാതൊരു ശ്രമവും അവൾ ചെലുത്തേണ്ടി വരുന്നില്ല. ഈ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് തന്നെയാണെന്നുള്ള ഉറപ്പ് കുറെ അധിക സമയം നിലനിൽക്കുന്നതാണ്. അത് നല്ല ഉറപ്പാണ്, അതങ്ങനെ നിലനിൽക്കും. ആരെല്ലാം എന്തെല്ലാം എതിര് പറഞ്ഞാലും അത് വഞ്ചനയാണെന്ന് ശങ്കിക്കാൻ അവൾക്ക് സാധിക്കുകയില്ല തന്നെ. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അതിനെ അവഗണിക്കാനോ തെറ്റുപറ്റിയതാ മണ്ടത്തരം പറ്റിയതാ തോന്നുക അതൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. കുറെ കഴിഞ്ഞ് കുമ്പസാരക്കാരിൽ നിന്ന് അങ്ങനെ ഒരു ചാഞ്ചല്യം ഉണ്ടാകാം. അതായത് സ്വന്തം പാപങ്ങൾ നിമിത്തം വഞ്ചിതയായി പോയിരിക്കാമെന്ന സന്ദേഹം ദൈവം അനുവദിച്ചത് വരാം. കുമ്പസാരക്കാരൻ പറയാണ്, നിനക്ക് ഇങ്ങനത്തെ ദർശനമൊന്നും യഥാർത്ഥത്തിൽ കിട്ടാനായിട്ട് മാർഗമൊന്നുമില്ല, സാധ്യതയൊന്നുമില്ല, അത്ര വലിയ പുണ്യവതിയൊന്നും അല്ലല്ലോ നീ. കുമ്പസാരക്കാരന് അവളുടെ പാപങ്ങളൊക്കെ അറിയാം. അത് വെച്ച് കുമ്പസാരക്കാരൻ തന്നെ ഇങ്ങനെയൊക്കെ ഒരു സന്ദേഹം പറഞ്ഞു കഴിയുമ്പോൾ വല്ലാത്ത ഒരു വിഷമം അവൾക്കുണ്ടാകാം, സാധ്യതയുണ്ട്. ദൈവം അനുവദിക്കുന്നതാണ്. എന്നാൽ അവൾ പതറുകയില്ല. അങ്ങനെ ആരെല്ലാം പറഞ്ഞാലും പതറുകയല്ല. പൗലോസപ്പോസ്തലൻ അഗ്രിപ്പരാജാവിന് പിന്നെ നിൽക്കുമ്പോൾ പിന്നെ പറയുന്നുണ്ടല്ലോ, ഈ ദർശനത്തോട് ഞാൻ അവിശ്വസ്തത കാണിച്ചില്ല ഇതുവരെ ഇന്നേ വരെ എനിക്ക് കർത്താവിന്റെ സഹായമുണ്ട്, ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഓടുന്നത്. അതിനെല്ലാം ഉറപ്പായിട്ട് പറയുകയാണ്, അവിശ്വസ്തത കാണിച്ചില്ല. എന്തുമാത്രം തടസ്സങ്ങളും എതിർപ്പുകളും അഗ്രിപ്പരാജാവ് അപ്പോസ്തലനെ കളിയാക്കുന്നുണ്ട്. ഫെലിസ്തുസ് ഒക്കെ നിന്റെ വലിയ ബുദ്ധി ജ്ഞാനം നിന്നെ ഭ്രാന്തനാക്കിയിരിക്കുക പൗലോസെ എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് യാതൊരു കുരുക്കമില്ല. എൻ്റെ ഈ ഇവിടെ നിൽക്കുന്ന എല്ലാവരും എന്നെ പോലെ ആകണം, ഈ ചങ്ങലയുടെ കാര്യം ഒഴികെ എന്നാ എൻ്റെ ആഗ്രഹം എന്ന് അദ്ദേഹം പറയുകയാണ്. അത്ര ഉറപ്പാണ്. എന്നാൽ അവൾ പതറുകയില്ല. വിശ്വാസത്തിന് വിരുദ്ധമായ പ്രലോഭനങ്ങളെ കുറിച്ച് വേറൊരു അവസരത്തിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെയും കുറെയൊക്കെ ശല്യം ചെയ്യാൻ പിശാചിന് കഴിയുമെങ്കിലും അചഞ്ചലമായ നിലപാടിനെ ഇളക്കാൻ ഒരിക്കലും സാധിക്കുന്നതല്ല. നേരത്തെ പറഞ്ഞൊരു വിശ്വാസത്തിന് വിരുദ്ധമായ ചില ചിന്തകൾ പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ സാത്താൻ അടക്കൽ കുറെ പണിയും ഞെരുക്കം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇവിടെയും വേണം, സാത്താനും വേണം, കുറച്ച് വേണം ചിന്തയിട്ട് കൊടുക്കാൻ പല രീതിയിലൊക്കെ. പക്ഷെ ഒരു പരിധിക്കപ്പുറം ഒന്നും ഇളക്കം വരുത്താനായിട്ട് പിശാചിന് സാധിക്കില്ല. ആക്രമണം കൂടുതൽ ഉഗ്രമാകും തോറും ഇത്ര അധികം ആത്മീയ പ്രയോജനം പിശാചിൽ നിന്ന് വരിക സാധ്യമല്ലെന്ന ഉറപ്പ് വർദ്ധിക്കുകയേ ഉള്ളൂ. ഇപ്പൊ പിശാചിന്റെ ഭാഗത്തുനിന്ന് കുമ്പസാരക്കാരന്റെ ഭാഗത്ത് അങ്ങനെ വരാം. മറ്റൊരു അറിയുന്നവര് പുറത്തുനിന്ന് പങ്കുവെക്കേണ്ട അനുഭവങ്ങൾ കുമ്പസാരക്കാരുടെ പങ്കുവെക്കും. ഇപ്പൊ കുമ്പസാരക്കാരുടെ ഭാഗത്തുനിന്നുള്ള എതിർപ്പുകൾ അല്ലെങ്കിൽ ശങ്കകൾ വരാം. പിന്നെ പിശാച് വിളച്ച ചിന്തയിട്ട് നടക്കാൻ നോക്കാം. പക്ഷെ അത് ആക്രമണം എത്ര കൂടിയാലും ഈ ഉറപ്പ് വർദ്ധിച്ചു വരികയുള്ളൂ. ആത്മാവിന്റെ അന്തർഭാഗത്ത് അവന് സ്വാധീനമൊന്നുമില്ലല്ലോ. പുറമേ നിന്ന് അവനെ എറിഞ്ഞു പിടിപ്പിക്കാനും ചൂണ്ടിക്കാണിക്കാനും ഒക്കെ അവന് പറ്റുള്ളൂ. ആത്മാവിന്റെ അന്തർഭാഗത്തേക്ക് അവന് കയറി വരാൻ അവന് സാധിക്കില്ല. കയറി വരാനും പറ്റത്തില്ല, അവിടെ അവന് സ്വാധീനവും ഇല്ല. ഇത് അതുപോലെയുള്ള അന്തർഭാഗത്തെ അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം ഒന്നും പിശാചിന്, അവിടെ നിസ്സാരമായ ഒരു പരിധിക്കപ്പുറം ഒന്നും പിശാചിന് ഇവിടെ ഒന്നും ചെയ്യാനായിട്ടില്ല എന്ന് മുദ്രേസ്യ പറയുകയാണ്. അല്പസ്വല്പം വെളിച്ചപ്പാട് വല്ലതും കാണിച്ചെന്ന് വരാം എന്ന് വെച്ചാൽ അവൻ കുറച്ചൊക്കെ എന്തെങ്കിലും ബഹളം കാട്ടിയോ ദർശനം പോലെയൊക്കെ തോന്നിപ്പിച്ചോ ഒക്കെ അവൻ നോക്കിയെന്ന് വരും. അതിനപ്പുറം ഒന്നും അവനെ കൊണ്ട് ചെയ്യാൻ പറ്റിയല്ല. പക്ഷെ അതിലൊന്നും മേൽ വിവരിച്ച അന്തസത്തയോ പ്രാഭവമോ സൽപ്പുറങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഈ പറഞ്ഞ ഈ അനുഭവം ഉണ്ടായത് വെറുതെയാണ്, തോന്നലാണെന്നുള്ള ചിന്ത കുമ്പസാരക്കാരൻ പറയുന്നു. സമാനമായ രീതിയിൽ പിശാച് വേണ്ടി തോന്നിയിട്ട് തരാം. അതോടൊപ്പം തന്നെ പിശാചാണോ ഇനി ഇങ്ങനെ ഒരു ദർശനം കാണിച്ചു തന്നത് എന്നൊരു ചിന്ത കുമ്പസാരക്കാരന്റെ ഒരു സന്ദേഹം അതായിരിക്കും. അങ്ങനെ വരുന്നിടത്ത് പിശാചിന് കുറച്ച് വെളിച്ചപ്പാട്, കുറച്ച് തത്രപ്പാടും ചെറു ദർശനവും പ്രകാശപൂർണമായ ദൂതനെ പോലെ വേഷം കെട്ടാനൊക്കെ പറ്റും. അങ്ങനെ കുറച്ചൊക്കെ കാണിച്ചു തരാനും അവതരിപ്പിക്കാനും പറ്റുന്നതല്ലാതെ അതിനപ്പുറം ആത്മാവിന്റെ ഉള്ളിൽ ഇതുപോലെയുള്ള വ്യക്തതയെ കരുത്ത് വന്ന് നിറയ്ക്കാൻ അവനെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ആ കണ്ട ദർശനം സാത്താന്റേതല്ല, സാത്താന്റേതാണ്. ഈ ഫലം ഉണ്ടാവുകയല്ല, അതൊന്ന് ഉറപ്പാക്കാം. നമുക്ക് പറയുകയാണ് 11-ാമത്തെ ഖണ്ഡിക. തങ്ങൾ തന്നെ ഈ ദർശനങ്ങൾ കാണുന്നില്ലാത്തതിനാലും അവ ദർശിക്കുന്ന ആത്മാവിന് ശരിയായി പറഞ്ഞറിയിക്കാൻ ഒരുപക്ഷെ വശമില്ലാത്തതിനാലും കുമ്പസാരക്കാർ ഉത്കണ്ഠയ്ക്ക് വിധേയരാകാറുണ്ട്. കുമ്പസാരക്കാർ ഒരു നിസ്സഹായ അവസ്ഥയിലാണ്. കാരണം അവര് ദർശനം കാണുന്നില്ല. ഈ കാണുന്ന വ്യക്തിക്ക് അത് പറയാനും പറ്റുന്നില്ല. എന്നതാണെന്നുള്ള കൃത്യം പറയാൻ അവർക്ക് അതുപോലത്തെ ആഴപ്പെട്ട അനുഭവം ആയതുകൊണ്ട് വാക്കുകൾ കൂടെ പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. അങ്ങനെ വരുമ്പോൾ കുമ്പസാരക്കാര് ഇവരെ നയിക്കുന്ന കാര്യത്തിൽ വല്ലാത്തൊരു നിസ്സഹായത അനുഭവപ്പെടാൻ അവർക്ക് സാധ്യതയുണ്ട്. അതിന് തക്ക ന്യായമുണ്ടല്ലോ. കാരണം ഇതാണ് ന്യായം.
കാരണം അവർ തന്നെ കാണുന്നില്ല, കണ്ട ആളത് കൃത്യമായിട്ട് പറയാനും പറ്റുന്നില്ല. തന്നിമിത്തം അവർക്ക് നല്ല കരുതൽ വേണ്ടിയിരിക്കുന്നു. കുമ്പസാരക്കാർക്ക് നല്ല ജാഗ്രത വേണം ഈ ആൾക്കാരെ നയിക്കാൻ. ദർശനങ്ങളിൽ നിന്ന് എന്ത് സൽഫലമാണ് ഉളവാകുന്നതെന്ന് കുറെ നാളത്തേക്ക് നിരീക്ഷിച്ച് നിർണയിക്കണം. അതാണ് മാർഗം. സഭ എപ്പോഴും എടുക്കുന്ന ഒരു നിലപാടാണ് വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും ദർശനങ്ങളോ അനുഭവങ്ങളോ പഞ്ചക്ഷതങ്ങളോ സന്ദേശങ്ങളോ ഒക്കെ ആരെങ്കിലും നീങ്ങുമ്പോൾ വെളിപ്പെടുമ്പം സഭ അതിനെ അപ്പോഴേ കയറി തള്ളിക്കളയുകയല്ല, അപ്പോഴേ അതിനെ പിന്താങ്ങുകയില്ല. സഭ അതിനെ നിരീക്ഷിക്കും. സമയം കൊണ്ട്, ടൈം പ്രൂവൺ, സമയം കൊണ്ട് തെളിയിക്കപ്പെടണം. അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാന്ന് നോക്കും. ആ വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തില്, കുടുംബ ജീവിതത്തില്, അല്ലെങ്കിൽ സമൂഹത്തില് പിന്നെ ഞെരുക്കങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു, അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെയുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് സഭയ്ക്ക് നിരീക്ഷിക്കും. നിരീക്ഷിച്ചിട്ട് വർഷങ്ങൾ കൊണ്ട് മാത്രമേ ഏതെങ്കിലും വ്യക്തിയിലുള്ള പ്രത്യേക ആത്മീയ അനുഭവങ്ങൾക്ക് സഭയിൽ നിലപാടെടുക്കുകയുള്ളൂ. അത് പറയുന്നത് ദർശനങ്ങളിൽ നിന്ന് എന്ത് സൽഫലമാണ് ഉളവാകുന്നതെന്ന് കുറെ നാളത്തേക്ക് നിരീക്ഷിച്ച് നിർണയിക്കണം. ആത്മാവിന് എളിമയിൽ എന്തുമാത്രം അഭിവൃദ്ധി വന്നിട്ടുണ്ടെന്നും സുഹൃത അഭ്യസനങ്ങളിൽ എന്തുമാത്രം ദൃഢത പ്രാപിക്കുന്നുവെന്നും സൂക്ഷ്മമായി ഗ്രഹിച്ച് സാവധാനത്തിൽ മുന്നേറണം. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പ്രത്യേകമായിട്ട് പറയുന്നത്. ഒന്ന്, എളിമയിൽ എന്തുമാത്രം അഭിവൃദ്ധി ഉണ്ടെന്ന് നോക്കണം. രണ്ടാമത്തേത്, സുഹൃത അഭ്യാസങ്ങൾ എന്തുമാത്രം ദൃഢതയുണ്ട്. എളിമ അധികാരികൾ വിലക്കുന്നു. പദ്രബിയുടെ ഒക്കെ സംഭവം നമുക്കറിയാം. 2 വർഷത്തേക്ക് പദ്രബിയെ കുമ്പസാരിക്കാൻ അനുവദിച്ചില്ല, പരസ്യമായി ജനത്തോടൊപ്പം കുർബാന എഴുതാൻ അനുവദിച്ചില്ല, മാറ്റി നിർത്തി. അതൊരു നാണക്കെടുത്തലായിരുന്നു. പക്ഷെ അദ്ദേഹം പ്രതികരിച്ചില്ല, എതിർത്തില്ല, അസ്വസ്ഥ പ്രകടിപ്പിച്ചില്ല. ശാന്തമായിട്ട് ഒറ്റയ്ക്ക് ഏകാന്തതയിൽ ചെറിയൊരു മുറി കുർബാന ചൊല്ലി ആരെയും കാണാനോ കുമ്പസാരിപ്പിക്കാനോ ഒന്നും പോകാതെ അങ്ങനെ കഴിഞ്ഞുകൂടി. അദ്ദേഹം ആരെയും വിമർശിച്ചില്ല, അധികാരികളെ എതിർത്തില്ല, ഇറങ്ങിപ്പോയില്ല, അവരുടെ അനീതി കാണിക്കണമെന്ന് പറഞ്ഞില്ല. എളിമയുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ സുഹൃതാഭ്യാസനങ്ങൾ ആ നാളുകളിൽ കൂടിയതേ ഉള്ളൂ. ഒട്ടും പ്രാർത്ഥനയോ പുണ്യമോ ഒന്നും കുറഞ്ഞില്ല. ആ ഒരു പ്രത്യേക അവസ്ഥയിൽ അദ്ദേഹം ആഴപ്പെട്ടു സുഹൃത ജീവിതത്തിന്. അതേസമയം എന്തെങ്കിലും ഒരു ദർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയെ ധ്യാനകേന്ദ്രങ്ങളൊക്കെ ആണെങ്കിൽ പോലും ആരെങ്കിലും എന്തെങ്കിലും ഒരു കർഷ കൊടുക്കുന്നു, ഡയറക്ടർ അച്ഛൻ കുമ്പസാരക്കാരൻ, നീ ഇനി മുതൽ വചനം പ്രസംഗിക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് പ്രസംഗിച്ചാൽ മതി. അല്ല, നീ ഇനി മുതൽ കൗൺസിലിങ്ങിന് ഇരിക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് കൗൺസിലിംഗ് കൊടുത്താൽ മതി. ഇനി മുതൽ നീ സന്ദേശം ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞിട്ട് മതി. അതുവരെ നീ വെറുതെ ഇരുന്ന് മകനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ട് എന്നെങ്ങാനും ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയോടൊരു ധ്യാനകേന്ദ്ര ഡയറക്ടറോ അധികാരിയോ പറഞ്ഞു പോയാൽ സാധാരണ സംഭവിക്കുന്നെന്ന് നമുക്കറിയാം. അതോടെ അവര് ബഹളം വെച്ച് എതിർത്ത്, അച്ഛൻ എന്നെ മനസ്സിലാക്കുന്നില്ല, അച്ഛൻ ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരാണ്, ഞാൻ ഇവിടെ എന്നെ വേണ്ടെങ്കിൽ ഞാൻ വേറെ സ്ഥലത്ത് പോയിക്കോളാം, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ശുശ്രൂഷ ചെയ്തോളാം, എന്തെല്ലാം കോലാഹലങ്ങളാണ് സംഭവിക്കുക. ഇറങ്ങിപ്പോകുന്നു, തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ വിട്ടുപോകുന്നു, നിരാശപ്പെടുന്നു, പ്രതികരിക്കുന്നു, ഒത്തിരി പരാതിപ്പെടുന്നു, അച്ഛനോട് മിണ്ടിയാലെന്നാകുന്നു, എന്തെല്ലാം സംഭവിക്കുക. ഇത് മുഴുവൻ യഥാർത്ഥത്തിൽ അവരിലൂടെയുള്ള ദൈവിക പ്രവർത്തനത്തിന്റെ സാന്നിധ്യത്തിന് എതിർ സാക്ഷ്യമാണ്. ദൈവത്തിന്റെ പ്രവർത്തനമല്ല അവർ സംഭവിച്ചിരിക്കുന്നത് എന്നതിന്റെ സൂചനയാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങളുമായിട്ടൊരു വ്യക്തി നീങ്ങാനിട വരുന്നത്. എന്തെല്ലാം ആത്മീയ അനുഭവങ്ങളും ദർശനങ്ങളും വരങ്ങളും എല്ലാം ഉള്ള ആളാണെങ്കിൽ പോലും അതിന്റെ ഒരു തെളിവ് എന്ന് പറയുന്നത് തിരിച്ചറിയാനുള്ള മാർഗം എന്ന് മതസ്ഥ പറയാണ്. ഒന്ന്, എളിമയിൽ എന്തുമാത്രം ആഴപ്പെടുന്നു. 2, സുഹൃത അഭ്യാസം എന്തുമാത്രം ദൃഢത പ്രാപിക്കുന്നു. ഇത് രണ്ടും നോക്കണം. എങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.